ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് മൊഡ്യൂളൊന്ന് നോക്കാം. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് എന്ന് നമ്മൾ വെറുതെ പറയുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളത് എന്താണ്, എല്ലാം ഒന്നാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് പല ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, വേറൊന്ന് ഈ പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ്, പിന്നെ വേറൊന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ ന്യൂ ജനറേഷൻ സാധനങ്ങളൊക്കെ ഡെവലപ്പായി വരുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉത്തരം പറയാൻ മാത്രം ഒരു ബാധ്യതയും കഴിവുള്ള ഒരാൾ, അങ്ങനെ ചെയ്യുന്നൊരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഫീൽഡിലേക്ക് പോകുന്നു എന്നതനുസരിച്ച് എന്ത് ചെയ്തിട്ടിരിക്കും, ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫിനാൻസിൻ്റെ കണക്കുകൾ പറയാനും ഫിനാൻഷ്യലി ഒരു ബിസിനസ്സിൽ എന്ത് സംഭവിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്ന വിധത്തിൽ നമ്മൾ ചെയ്തു പോകുന്നൊരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വെറുതെ അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത് മിക്കവാറും ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അതെന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ബേസ്, അതിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ പോകുന്നത്. എന്നാലും രണ്ടാമത് പറയുന്നൊരു സാധനമാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് നമ്മൾ നിശ്ചയിക്കുമ്പോൾ, കണക്കിലെടുക്കുമ്പോൾ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആൻസറബിളായിട്ട് നമുക്കൊരു കാര്യം ആലോചിക്കാം. നമ്മളൊരാളുടെ അടുത്തൊരു ഉത്തരം പറയുമ്പോൾ നമുക്ക് കൃത്യം എന്ത് വേണം, ഓരോ പറയുന്ന കാര്യത്തിന് തെളിവ് വേണം, കൃത്യം കണക്കുകൾ അതിൻ്റെ പിന്നാലെ വേണം, ഇല്ലേ? നമ്മൾ പാർലമെൻറ്റിലൊക്കെ നമ്മൾ അക്കൗണ്ടബിൾ ആണെന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോസ്റ്റിൻ്റെ കാര്യത്തിൽ അത്തരത്തിൽ എല്ലാ കണക്കുകളും കണക്കിലെടുത്ത് എന്ത് ചെയ്യണം, റിപ്പോർട്ടബിളായിട്ട് കയ്യിൽ വയ്ക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതേപോലെ എന്തുണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. മാനേജ്മെൻറ്റുകൾ തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന, അവരുടെ ഡിസിഷൻസിനെ വാലിഡേറ്റ് ചെയ്യുന്ന രീതിക്ക് പോകുന്നു. HR ഡിസിഷൻസിനെ അങ്ങനെ ടൈപ്പിലേക്ക് പോകും. ബാക്കി ടൈപ്പ് നമുക്ക് തൽക്കാലം അറിയേണ്ട നമ്മുടെ ഉദ്ദേശം എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ഇവിടെ കോസ്റ്റിനെ, നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, നമ്മളൊരു പേന 10 രൂപ കൊടുത്ത് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് കാണും, ഈ പേന ഉണ്ടാക്കാൻ അവർ ചിലവാക്കിയ കോസ്റ്റും കാണും, പ്ലസ് അവരുടെ ഒരു പ്രോഫിറ്റും കാണും. എന്നാൽ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ പോകണമെന്നില്ല, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആവണമെന്നില്ല പ്രൈസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ നമ്മൾ തീരുമാനം എടുക്കുന്നു, അതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്. കോസ്റ്റ് എന്ന് നമ്മൾ വെറും ബാക്കി പറയുമ്പോൾ നമ്മളൊന്നും വിട്ടുപോകാൻ പാടില്ല, എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അതായത് ചിലവുകളെല്ലാം അതിൻ്റെ അകത്ത് വരണം. അപ്പോൾ അതെങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ BCom പഠിക്കുമ്പോൾ 2 സെമസ്റ്റർ ആയിട്ട് പഠിക്കുന്ന സാധനമാണ്. അപ്പോൾ അത്രയും ഡെപ്ത് ഉണ്ട്. എങ്കിലും നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ സിലബസ് എന്താ പറയുന്നതെന്ന് ജസ്റ്റ് കവർ ചെയ്ത് പോവാം. ഇപ്പോൾ ബേസിക്കായിട്ട് കോസ്റ്റിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ, എലമെൻറ്റ് ഓഫ് കോസ്റ്റ് പറയുന്നുണ്ട്. എലമെൻറ്റ് ഓഫ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റിൻ്റെ ടൈപ്പ് ഒന്നും, അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് ഒറ്റ വാക്കി പറയുന്നതിൻ്റെ പാർട്ടുകൾ എന്തൊക്കെ വരാം എന്നാണ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ വരാം എന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം എന്ത് വരാം, നമ്മുടെ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി ഉണ്ടാകുന്ന കോസ്റ്റ്. നിങ്ങൾ എന്ത് പ്രൊഡക്ഷൻ ആവശ്യം, ലോകത്തുള്ള എന്തിൻ്റെ സർവീസ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതിനെന്ത് വേണം, ഈ പറഞ്ഞ 3 സാധനങ്ങളാണ് അടിസ്ഥാനമായിട്ട് കോസ്റ്റ് വരുന്നത്, ചിലവ് വരുന്നത്. വെച്ചാൽ ആ സാധനം ചെയ്തെടുക്കാൻ അടിസ്ഥാനമായിട്ട് ചിലവ് വരുന്ന ഈ പറഞ്ഞ 3 സാധനങ്ങളാണ്. ആ സാധനങ്ങൾ എന്താണെന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ബേസിക്കലി അത് ഈ പറഞ്ഞ 3 ഹെഡിൽ തന്നെ വരും. അപ്പോൾ കോസ്റ്റ് എവിടെയൊക്കെ വരുമെന്ന് ചോദിച്ചാൽ, ലോകത്തുള്ള ഏത് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ കോസ്റ്റ് എവിടെയൊക്കെ വരുമെന്ന് ചോദിച്ചാൽ എവിടെ വരും, മെറ്റീരിയലിന് വരും, ലേബറിന് വരും, പിന്നെ ഈ പറഞ്ഞ 2 ഉൾപ്പെടാത്ത എന്നാൽ മറ്റുള്ള എക്സ്പെൻസുകളായ അതർ എക്സ്പെൻസുകളും വരും. അപ്പോൾ ബേസിക്കലി ഈ പറഞ്ഞ 3 ഹെഡിലേ എന്ത് വരത്തുള്ളൂ, കോസ്റ്റ് വരത്തുള്ളൂ. ഒന്നുകിൽ മെറ്റീരിയലിന് വേണ്ടി, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ചിലവാകുന്ന പൈസയാവാം, ഇല്ലെങ്കിൽ നമ്മുടെ ലേബറിന് വേണ്ടി ചിലവാകുന്ന പൈസയാവാം, പിന്നെ എന്ത് വരാം, മറ്റുള്ള എക്സ്പെൻസുകളെല്ലാം ടോട്ടലായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് പറയുന്നത്, കോസ്റ്റിൻ്റെ എലമെൻറ്റുകൾ എന്ന് പറയുന്നത്. എപ്പോഴും ഇത് 3ൻ്റെ സമ്മായിരിക്കും ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്, നമുക്ക് ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റിലേക്ക് ഈ കോസ്റ്റ് കൊടുക്കാൻ പറ്റണം. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കുക, എലമെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 3 സാധനങ്ങളാണ് മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കോസ്റ്റിൻ്റെ ഏതൊരു എലമെൻറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം, 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഓർക്കുക, കോസ്റ്റിൻ്റെ എലമെൻറ്റുകൾ എന്തൊക്കെ ചേർന്നിട്ടാണ് ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക, എന്തൊക്കെ പാർട്സാണ് കോസ്റ്റിനുണ്ടാവുക. വെറുതെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ കാണാം,
മെറ്റീരിയൽ വാങ്ങിച്ചതിൻ്റെ കോസ്റ്റ് കാണാം, ലേബർ ജോലിക്കാരുടെ കോസ്റ്റ് കാണാം, മറ്റ് എക്സ്പെൻസുകൾ കാണാം. എല്ലാത്തിനെയും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും. അപ്പോൾ മെറ്റീരിയൽ എടുത്താലും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഉണ്ട്, ലേബർ എടുത്താലും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഉണ്ട്, അതർ എക്സ്പെൻസസ് എടുത്താലും ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. എങ്ങനെയാണ് ഈ ഡയറക്റ്റും ഇൻഡയറക്റ്റും എന്ന് വിധിക്കുന്നതെന്ന് അറിയാവോ? ഡയറക്റ്റ് എന്ന് പറയുന്നത് അത് എങ്ങോട്ടാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനെ നമുക്ക് ഒരു ഹെഡിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എക്സ്പെൻസുകളാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ത് ചെയ്യാന്ന് വിചാരിക്കുക, എൻ്റെ കടയിൽ ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വിൽക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്? ഓഫ് കോഴ്സ് ആ ചിക്കൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ അതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. അതേസമയം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഡിപ്പും എല്ലാം കൊടുക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതി പറയുകയാണ്, ചിക്കൻ ഫ്രൈൻ്റെ കൂടെ ഒരു ഡിപ്പും കൂടെ കൊടുക്കുന്നു. ഈ ഡിപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഞാൻ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് അവിടെ ഇരിക്കുന്നവർക്ക് അപ്പം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ ഒരാൾ എത്ര ഇത് കഴിച്ചു എന്നൊന്നും എനിക്കൊന്നും കണക്കെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലേ? അപ്പോൾ അതാണ് ഈ ഡയറക്റ്റും ഇൻഡയറക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഡയറക്റ്റ് മീൻസ് എനിക്ക് അറ്റ് എ പോയിൻറ്റ് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റിൽ എന്തുമാത്രം മെറ്റീരിയൽ ഉണ്ടെന്ന് എനിക്ക് കണക്കെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മെറ്റീരിയൽ കാര്യം വേറൊരു കാര്യം പറയും, സ്ഥിരം പറയുന്നതാണ് യൂസബിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ കോട്ടൺ അല്ലെങ്കിൽ ആ തുണിയുടെ പാർട്ട് അങ്ങനെയൊക്കെ ആവശ്യം വരും. അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കൃത്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ഇത്രയും കോട്ടൺ ഉപയോഗിച്ചു, തുടയ്ക്കാൻ വേണ്ടി കോട്ടൺ ഇത്രയും ഉപയോഗിച്ചു എന്നൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അറ്റ് ദ സെയിം ടൈം എന്ത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? മെറ്റീരിയൽ തന്നെയാണ്. അത്തരം സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ വരും, ലേബറിലും വരും, അതർ എക്സ്പെൻസിലും വരും. ലേബറിൽ എങ്ങനെയാണ് ഡയറക്റ്റ് വരുന്നത്? ലേബറിൽ ഡയറക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മളെന്താണോ പ്രൊഡക്ഷൻ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാക്ടറി നടത്തുന്നു, ഫാക്ടറിയിലെ തൊഴിലാളികൾ ഒരു സാധനം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ദിവസം വർക്ക് ചെയ്യുന്നതിന് ഇത്ര രൂപ അയാൾക്ക് കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് ഇന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് കൊടുത്തു. പക്ഷേ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കങ്ങനെ കൃത്യം പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഫാക്ടറിയുടെ കാര്യം തന്നെ ഓർക്കുക. അവിടെ ഒരു സൂപ്പർവൈസറുണ്ട്. അയാൾ മൊത്തത്തിൽ ഒരു മാസം എന്ത് ജോലി ചെയ്താലും എന്ത് കൊടുക്കത്തുള്ളൂ? അയാൾക്ക് പ്രൊഡക്ഷൻ ബേസ്ഡ് അല്ല. മനസ്സിലായില്ല? അയാൾ എത്ര സാധനം ഉണ്ടാക്കാൻ സൂപ്പർവൈസറായിട്ട് നിന്നാലും എന്താണ്, അയാൾക്കൊരു സാലറി ഉണ്ട്. അപ്പോൾ അയാൾക്ക് കൊടുക്കുന്ന സാലറിയും എന്ത് കോസ്റ്റ് തന്നെയാണ്? ഈ പറഞ്ഞ ലേബർ കോസ്റ്റ് തന്നെയാണ്, അല്ലേ? പക്ഷേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇയാൾ എന്തുമാത്രം പണിയെടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഈ ഡയറക്റ്റും ഇൻഡയറക്റ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ ഇൻഡയറക്റ്റ് കോസ്റ്റുകളുണ്ടല്ലോ, ഈ ഇൻഡയറക്റ്റുകളെ, അതായത് മെറ്റീരിയലിൻ്റെ ആയിക്കോട്ടെ, ലേബറിൻ്റെ ആയിക്കോട്ടെ, അതർ എക്സ്പെൻസിൻ്റെ ആയിക്കോട്ടെ, ഈ ഇൻഡയറക്റ്റുകളുടെ എല്ലാത്തിൻ്റെ സമ്മനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഓവർ ഹെഡ് എന്ന് വിളിക്കുന്നത്. ഓവർ ഹെഡ് എന്ന് വാക്ക് ഒരുപാടടുത്ത് കേട്ടിട്ടുണ്ടാവും, പക്ഷേ തെറ്റായ രീതിയിലായിരിക്കും പലയിടത്തും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഓർക്കുക, ഓവർ ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറഞ്ഞതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ടോട്ടലാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് കോസ്റ്റ് ഷീറ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ കോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒരു പ്രത്യേക പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് കാണാം? ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അതർ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് കോസ്റ്റുകൾ കാണാം. അല്ലെങ്കിൽ മെറ്റീരിയൽ എന്നോ ലേബർ എന്നോ അങ്ങനെ എല്ലാ ടൈപ്പ് കോസ്റ്റുകളും കാണാം. ഈ പറഞ്ഞ എല്ലാ കോസ്റ്റുകളെയും സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഒരുമിച്ച് എഴുതി ആഡ് ചെയ്ത് കുറയ്ക്കാനുള്ളതൊക്കെ കുറച്ചെടുത്തിട്ട് അവസാനം ടോട്ടൽ കോസ്റ്റ് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ചെയ്താലേ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റത്തുള്ളൂ? നമ്മളുടെ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ എന്തുമാത്രം കോസ്റ്റ് ആകുന്നു എന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതാണല്ലോ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇപ്പോൾ പ്രധാനമായ ലക്ഷ്യം. അപ്പോൾ ഒരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ഇരിക്കും ഒരു കോസ്റ്റ് ഷീറ്റ് എന്ന് നമുക്ക് നോക്കാം. ഇതാണൊരു കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നോക്കിയിട്ട് ഇതൊരു സിമ്പിൾ സാധനമാണ്. ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ ഇതിൽ കിടക്കുന്നത്, ചിലപ്പോൾ മെറ്റീരിയൽ കിടക്കുന്നത്. എന്നാലും നോക്കാം. ഓപ്പണിംഗ് ഓഫ് റോ മെറ്റീരിയൽ. അപ്പം റോ മെറ്റീരിയൽ എന്ന് നിങ്ങൾ ഓർക്കേണ്ട, മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസസ് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അത്, ആ പർച്ചേസസ് കൊണ്ടുവരാനുണ്ടായ ചിലവ്, ക്യാരേജ് ഇൻവേർഡ്, ലെസ് ക്ലോസിങ് ഓഫ് റോ മെറ്റീരിയൽ. ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക. നമ്മൾ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് എഴുതി മൈനസ് ക്ലോസിങ് എഴുതി. അപ്പോൾ എന്ത് മനസ്സിലാവും? എത്ര മെറ്റീരിയൽ നമ്മൾ ഈ ഒരു വർഷം ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് മൈനസ് ക്ലോസിങ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്തേ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടി. എത്ര ഡയറക്റ്റ് മെറ്റീരിയലാണ് നമ്മൾ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതെന്ന് കിട്ടി.
അതിൻ്റെ കൂടെ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ളതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റ് ഇസ് ദ സം ഓഫ് ഓൾ ഡയറക്റ്റ് കമ്പോണൻസ് ഓഫ് ദി കോസ്റ്റ്. കോസ്റ്റിൻ്റെ ഡയറക്റ്റ് കമ്പോണൻസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം ഇനി നമ്മൾ? ഫാക്ടറി എക്സ്പെൻസസ് ആഡ് ചെയ്യണം. നമുക്ക് ഫാക്ടറിയിലുണ്ടായ ചിലവുകൾ ആഡ് ചെയ്യണം. എന്നിട്ട് ഈ പറഞ്ഞ വർക്ക് ഇൻ പ്രോഗ്രസ് യഥാർത്ഥത്തിൽ വരും. ഞാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. ഓർത്താൽ മതി, ഫാക്ടറി കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. എന്തിൻ്റെ കൂടെ? പ്രൈം കോസ്റ്റിൻ്റെ. അപ്പം ഇത് കിട്ടും ഫാക്ടറി കോസ്റ്റ് ഓർ വർക്കിംഗ് കോസ്റ്റ് കിട്ടും. എന്നിട്ട് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും ആരും കാണത്തില്ല പൊതുവേ. എന്ത് ചെയ്യും നമ്മൾ? നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? ഒന്നും കൂടെ ഞാൻ പറയുന്നു. ഡയറക്റ്റ് ആയിട്ടുള്ളത് ആഡ് ചെയ്ത് പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു, ഫാക്ടറി കോസ്റ്റ് ആഡ് ചെയ്ത് ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ബാക്കിയുള്ളതിനെ SAG എന്ന് വിളിക്കും. സെല്ലിംഗ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആൻഡ് ജനറൽ എക്സ്പെൻസസ്. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്ത് ഡയറക്റ്റ് എന്ത് കണ്ടെത്താം? കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടെത്താം. അല്ലെങ്കിൽ ഇവർ പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷനിൽ പോവാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ അതെല്ലാം ആഡ് ചെയ്ത് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. അതിൻ്റെ കൂടെ ഫാക്ടറി കോസ്റ്റ് ആഡ് ചെയ്ത് ഫാക്ടറി കോസ്റ്റ് കണ്ടെത്തുന്നു. പിന്നെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടെത്തുന്നു. പിന്നെ എന്തുണ്ട്? ഓപ്പണിംഗ് ആൻഡ് സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് അതും കൂടെ കൺസിഡർ ചെയ്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലേക്ക് എത്തുന്നു. അതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് ഇതാണ് റിയാലിറ്റി. ഓക്കെ, അതാണ് പറഞ്ഞത്, ഡെപ്ത് ഉണ്ട് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്. അതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ലായിരിക്കാം. ബേസിക് മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയുന്നു, ബേസിക് അറിയേണ്ടത് എങ്ങനെ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുന്നു, എങ്ങനെ ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കുന്നു, എങ്ങനെ ടോട്ടൽ കോസ്റ്റ് അഥവാ കോസ്റ്റ് ഓഫ് സെയിൽ കണ്ടെത്തുന്നു. ആ ഒരു ഐഡിയ ഉണ്ടാവണം. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയെങ്കിലും. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ടിച്ച് നോക്കിയാണ്. ഇതാ നോക്കിയിടാം. ലെറ്റസ് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫോർ ദ കമ്പനി ഷോയിങ് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് കോസ്റ്റ്. ഓക്കെ, റോ മെറ്റീരിയൽ ഇത്ര രൂപയുടെ വാങ്ങിച്ചു എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഓയിൽ ആൻഡ് എക്സ്പെൻസസ് ഇതാണ്. വേജ് ഇത്രയാണ്. സോറി, ഇവർ തന്ന മെറ്റീരിയൽ ചെറിയൊരു തകരാറുണ്ട്. നോക്കാം, നമുക്ക് ആൻസറിലേക്ക് തന്നെ പോവാം. കാര്യം ഈ കിടക്കുന്ന എമൗണ്ടൊക്കെ എന്തിൻ്റെയൊക്കെയോ ആണ്. തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ക്ലാരിറ്റി ഇല്ല. നമുക്ക് അവർ കോസ്റ്റ് ഷീറ്റ് എങ്ങനെ ഇതാക്കണ്ടോ, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ 80,000, ഡയറക്റ്റ് ലേബർ 20,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 4,000. അത്ര ആഡ് ചെയ്തപ്പോൾ അവർക്ക് എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡുകൾ, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇത്രയും ആഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് അഥവാ വർക്ക് കോസ്റ്റ് കിട്ടും. ഈ ഫാക്ടറി എക്സ്പെൻസ് എന്ന് വെറുതെ പറയുന്നത് എന്ത് തന്നെയാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അതായത് ഫാക്ടറിക്ക് ഈ പറഞ്ഞ പിന്നെ ഈ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബറൊക്കെ എവിടെ തന്നെയാണ്? ഈ ഫാക്ടറി തന്നെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് അവിടെ തന്നെയാണ്. പക്ഷേ അതിനൊക്കെ കൃത്യം ഹെഡ് ഉണ്ടായിരുന്നു, അല്ല ഇന്ന സാധനം എന്നൊരു ഹെഡ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ രീതിയിൽ പെടാതെ പോയി. എന്നാൽ മെറ്റീരിയൽ ലേബർ തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ ഇൻഡയറക്റ്റ് എങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പോയതിൻ്റെ ടോട്ടലാണ് ഫാക്ടറി എക്സ്പെൻസസ്. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി കോസ്റ്റും കൂടെ, ഫാക്ടറിയിൽ എക്സ്പെൻസും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ നമ്മളിനി എന്ത് ആഡ് ചെയ്യണം? SAG എന്ന് ഒറ്റ ബാക്കി പറയും. സെല്ലിങ്ങോ അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസോ തന്നിട്ടുണ്ടെങ്കിൽ, ജനറൽ എക്സ്പെൻസ് മീൻസ് ഈ പറഞ്ഞ സാധനങ്ങൾ, ഇതൊക്കെ ഓഫീസ് റെൻറ്റ്, ലൈറ്റിങ്, ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഫൈനലി സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യും. സെല്ലിംഗ് റിലേറ്റഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇതൊക്കെ. പക്ഷേ അതൊന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കത്തില്ല, പോട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ സെല്ലിംഗ് റിലേറ്റഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയെന്ന് കിട്ടും. ഇതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലുണ്ടാവേണ്ടത് ഏതൊക്കെയാണ് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതെന്നാണ്. ആദ്യം ഡയറക്റ്റ് ആഡ് ചെയ്യുമ്പോൾ, ഞാൻ വീണ്ടും പറയുന്നത് അത് ആ ഫോർമാറ്റ് മനസ്സിലുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ ലേബർ എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഫാക്ടറി എക്സ്പെൻസസ് അഥവാ ഫാക്ടറി ഓവർ ഹെഡുകൾ ആഡ് ചെയ്യണം. അപ്പോൾ വർക്ക് കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അഡ്മിനിസ്ട്രേഷനും ജനറൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഇങ്ങോട്ട് ചെയ്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിങ്ങിന് വേണ്ടി വന്ന എക്സ്പെൻസുകൾ ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് അഥവാ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇതാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, ഇനി കോസ്റ്റിൻ്റെ കാര്യത്തിൽ അറിയേണ്ട അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ കോസ്റ്റിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ ഒരു വിധത്തിൽ കണ്ടു കഴിഞ്ഞു അല്ലേ? മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, അതർ കോസ്റ്റ് എന്നൊരു ക്ലാസിഫിക്കേഷനും
പിന്നെ അതിൻ്റെ ആപ്ലിക്കബിലിറ്റി നോക്കിയിട്ട് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നോക്കി. ഇതുപോലെ മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണ്. മൂന്നല്ല, അതിൽ കൂടുതലുണ്ട്, എന്നാലും മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ നോക്കിയാണ് ഫിക്സഡ് കോസ്റ്റ്, പിന്നെ വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പേര് പറയുന്ന പോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ളതാണ്. ഐ മീൻ എന്ത് പറയാനാണ്, ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ പ്രൊഡക്ഷൻ. ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ അകത്ത് നിങ്ങൾ നടത്തുന്ന പ്രൊഡക്ഷൻ ഇർറെസ്പെക്റ്റീവായിട്ട്, പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ശരി, ചില കോസ്റ്റുകൾ ഫിക്സഡ് ആണ്. ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? റെൻറ്റ് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തിട്ടാണ് നിങ്ങളെ പ്രൊഡക്ഷൻ നടത്തുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളവിടെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്താലും 100 സാധനം പ്രൊഡ്യൂസ് ചെയ്താലും ആ മുറിക്ക് അല്ലെങ്കിൽ ആ കടയ്ക്ക് നിങ്ങൾ എന്ത് വാടകയാണ് കൊടുക്കുന്നത്? അത് ഫിക്സഡ് ആയിരിക്കത്തില്ലേ? മനസ്സിലായില്ലേ? അതുപോലെയാണ് പറയുന്നത്. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് വേരീസ് വിത്ത് ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തത് മാറുന്നതനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? വേരിയബിൾ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫിക്സഡ് എന്തുകൊണ്ടാണ്, വേരിയബിൾ എന്തുകൊണ്ടാണെന്ന് ഓർക്കുക. ഫിക്സഡ് മീൻസ് ഇറ്റ് ഈസ് ഫിക്സഡ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദി യൂണിറ്റ്സ് പ്രൊഡ്യൂസ്. നമ്മൾ എത്ര യൂണിറ്റ് സാധനം ഉണ്ടാക്കി എന്നതിന് അവിടെ വലിയ കാര്യമില്ല. പക്ഷേ വേരിയബിൾ കോസ്റ്റ് അങ്ങനെയല്ല. നമ്മൾ ഉണ്ടാക്കുന്ന യൂണിറ്റ് കൂടുന്തോറും അതിൻ്റെ ചിലവ് കൂടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും കോസ്റ്റിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഒരു ദിവസം നമ്മൾ ഒരാളെടുത്ത് ഒരു കടയിൽ ഒരു ഹോട്ടൽ നടത്തുകയെന്ന് വിചാരിക്കുക. ഈ ഹോട്ടലിൽ നമ്മളൊരു പൊറോട്ട ഉണ്ടാക്കുന്ന ഒരാളെ നിർത്തിയിട്ട് പറയാണ്, ഇനി ഒരു ദിവസം ഒരു 100 പൊറോട്ട ഉണ്ടാക്ക്, നിനക്ക് ഞാൻ എന്ത് തരാം? 1000 രൂപ തരാമെന്ന് പറയാം. അതേ സമയത്തിന് പറയണം, ഇനി ശരി 100 അല്ല, ഇനി അടുത്ത ദിവസം തൊട്ട് ഇനി 200 പൊറോട്ട ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പം പിന്നെ 1000 രൂപയ്ക്ക് ജോലി ചെയ്യുമോ? ചെയ്യത്തില്ല. അല്ല, നമ്മൾ എഗ്രിമെൻറ്റ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ 100 പൊറോട്ട ഉണ്ടാക്കിയാൽ 1000 തരാമെന്ന് പറഞ്ഞവൻ്റെ അടുത്ത് 200 പൊറോട്ട ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് മിനിമം ഒരു 1500 ചോദിച്ച് വാങ്ങത്തില്ലേ? അതായത് എന്ത് സംഭവിച്ചു? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് 100-ൽ നിന്ന് 200-ലേക്ക് പോയപ്പോൾ നമ്മുടെ ലേബർ കോസ്റ്റ് 1000-ൽ നിന്ന് 1500-ലേക്ക് കയറി. ഇതേപോലെ മെറ്റീരിയലിൻ്റെ കാര്യം സിമ്പിളല്ലേ? നിങ്ങളിപ്പം ഇതേ പൊറോട്ടയുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. 100 പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ മതിയോ 200 പൊറോട്ട ഉണ്ടാക്കാൻ? പറ്റത്തില്ല. അവിടെ മെറ്റീരിയൽ കൂടും. അപ്പം യൂണിറ്റ് കൂടും തോറും വേരിയബിൾ കോസ്റ്റിങ്ങിനെ കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു സാധനമുണ്ട്, സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. സെമി വേരിയബിൾ കോസ്റ്റ് എന്താണ്? ഈ സെമി വേരിയബിൾ കോസ്റ്റ് എന്നറിയോ? പകുതി ഫിക്സഡ് ആണ്, പകുതി വേരിയബിൾ ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഒരു സെർട്ടൈൻ എമൗണ്ട് വരെ എന്താണ് ഇലക്ട്രിസിറ്റി ബില്ല് ഫിക്സഡ് ആണ്, സെർട്ടൈൻ നമ്പർ ഓഫ് യൂണിറ്റ് വരെ. അതിൽ കൂടുതൽ യൂണിറ്റ് ഉപയോഗിച്ചാലേ എന്ത് സംഭവിക്കത്തുള്ളൂ? പിന്നീട് ബില്ല് കയറി വരുന്നുള്ളൂ അല്ലേ? നമുക്കറിയാം, അത് അത്ര യൂണിറ്റ് വരെ ഫിക്സഡ് ആയതുകൊണ്ടാണ് ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ കറണ്ട് ബില്ല് വരുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ അത്തരം ചിലവുകളെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഒരു ക്ലാസിഫിക്കേഷനാണ്. ഒരു പക്ഷേ കോസ്റ്റിങ്ങിൻ്റെ അകത്ത്, ആ കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇതാണ്: ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. പക്ഷേ ഈ പറഞ്ഞ നമ്മൾ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലാതെ പിന്നെ കുറേ ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ പറയുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കുക. കാര്യം എൻ്റെ ഒരു വിശ്വാസത്തിൽ തിയറി എന്ന രീതിയിൽ അത് ഉപകാരപ്പെടും. ഐ മീൻ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കോസ്റ്റുകളുടെ ടൈപ്പ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓഫ് കോഴ്സ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? ടൈപ്സ് ഓഫ് കോസ്റ്റ് തന്നെയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? വേറെ ചില കോൺസെപ്റ്റാണ്, കോസ്റ്റുകളുടെ വേറെ ചില കോൺസെപ്റ്റുകളാണ് ഇവിടെ പറയുന്നത്. നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം. നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം 20 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള സാധനമുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഷട്ട് ഡൗൺ കോസ്റ്റ്. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് തന്നെയാണ്. പേര് പറയുന്ന പോലെ നമ്മുടെ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നാൽ, നിർത്തി വെക്കേണ്ടി വന്നാലും ചില കോസ്റ്റുകൾ നമുക്ക് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കടേൻ്റെ വാടക പോലെ. മനസ്സിലായില്ലേ? നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയില്ലെങ്കിലും നമുക്ക് എന്തുണ്ടാവും? ചില കോസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഷട്ട് ഡൗൺ കോസ്റ്റ് എന്താണ്? ആ ഒരു വാക്കിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, കട നമ്മൾ നിർത്തിയിടേണ്ടി വന്നാൽ, കാര്യം നമുക്കിപ്പം ചിന്തിക്കല്ലോ, കട നടത്തുന്നതാണോ നിർത്തുന്നതാണോ ലാഭമെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥ വരുമല്ലോ. അവിടെ നോക്കുമ്പോൾ നടത്തുന്നതിനൊരു കോസ്റ്റ് എന്തായാലും ഉണ്ട്. അപ്പം നിർത്തുന്നതിനൊരു കോസ്റ്റ് ഉണ്ടോ? ആ കോസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. കട നിർത്തിയിട്ടാൽ, നമ്മൾ വർക്കിംഗ് നിർത്തിക്കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ നിർത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചിലവാണ് ഷട്ട് ഡൗൺ കോസ്റ്റ്. ഇനി സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റ്. അങ്ങനെ ഒരു അർത്ഥം എൻ്റെ തൊള്ളൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ചില കോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിക്കവർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതിനാണ് എന്തെന്ന് പറയുന്നത്? സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞ എക്സാമ്പിളൊക്കെ അവർ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ
കൺട്രോളബിലിറ്റി അനുസരിച്ച് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായിട്ട് അവർ വേർതിരിക്കുന്നുണ്ട്. നമുക്ക് ചിന്തിച്ചെടുക്കാമെന്നുള്ളതുള്ളൂ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. പിന്നെ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് പറയുന്നുണ്ട്. ഇത് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ചില കോസ്റ്റുകൾ എന്തെടുക്കത്തില്ല, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത് കൺസിഡർ ചെയ്യത്തില്ല. കാര്യം അക്കൗണ്ടിങ്ങിലെ ചില എക്സ്പെൻസുകൾ കോസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അക്കൗണ്ടിങ്ങിലെ ചില എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ ദി അഡ്ജസ്റ്റ്മെൻറ്റ് പർപ്പസാണ്. അത് പ്യൂറായിട്ട് ഇല്ല, ഒരു പണത്തിൻ്റെ ചിലവ് അവിടെ ഉണ്ടാകത്തില്ല. അങ്ങനത്തെ എക്സ്പെൻസുകളാണ് ഇമ്പ്യൂട്ടഡ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ കോസ്റ്റാണ്. ഡിഫറൻഷ്യൽ കോസ്റ്റിൻ്റെ 2 ടൈപ്പാണ്, ഇൻക്രിമെൻ്റൽ കോസ്റ്റും ഡിക്രിമെൻ്റൽ കോസ്റ്റും. അതായത് നമ്മുടെ മുമ്പിൽ 2 ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ പൊറോട്ട കടയിലേക്ക് പോവാണ്. എൻ്റെ പൊറോട്ട കടയ്ക്ക് വേണ്ടി ഞാൻ മൈദ എടുക്കാൻ പോകണം. ഒരു 10-15 കിലോ മൈദ എനിക്ക് വേണം. എനിക്ക് എ എന്ന് പറയുന്ന കമ്പനിയുടെയും ബി എന്ന് പറയുന്ന കമ്പനിയുടെയും എന്തുണ്ടായിരുന്നു? മാവ് വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ എ എന്ന് പറയുന്ന കമ്പനിയുടെ മാവ് കിലോയ്ക്ക് 50 രൂപയാണെന്ന് വയ്ക്കാം. ബി എന്ന് പറയുന്ന കമ്പനിയുടെ മാവ് കിലോയ്ക്ക് 40 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന കമ്പനിയുടെ മാവ് വാങ്ങാതെ ബിയുടെ മാവ് വാങ്ങി. ഓക്കെ, ബിയുടെ മാവ് വാങ്ങിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 40 രൂപയ്ക്ക് സാധനം കിട്ടി. ഓക്കെ, ഇപ്പോൾ എനിക്ക് 40 രൂപയുടെ മാവ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ ഞാൻ ഈ ഒരു ഓൾട്ടർനേറ്റീവ് വേണ്ടാന്ന് വെച്ചിട്ട് ഇതും കൊണ്ടുപോയി. പക്ഷേ എനിക്ക് പല ചിലവുകൾ ഇതിൻ്റെ അകത്ത് അധികമായിട്ട് വന്നു. അതായത് ഈ മാവ് ക്വാളിറ്റി കുറഞ്ഞതായതുകൊണ്ട് എനിക്ക് ഇതിനെ ഉപയോഗപ്രദമാക്കാൻ വേണ്ടി പിന്നെ ഞാൻ 20 രൂപയും കൂടെ ചിലവാക്കേണ്ടി വന്നു. 1 കിലോ മാവിൽ 20 രൂപ അധികം ചിലവാക്കി. മുട്ടയോ പാലോ എന്തോ ചേർക്കാൻ വേണ്ടി 20 രൂപ അധികം ചിലവാക്കിയപ്പോഴാണ് എനിക്ക് വിൽക്കാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു? 1 കിലോ മാവിന് 60 രൂപയായി. അപ്പോൾ 50 രൂപ എടുക്കേണ്ടിയിരുന്നിടത്താണ് ഞാൻ ഒരു ഓൾട്ടർനേറ്റീവ് എടുത്ത് 60 രൂപ ചിലവാക്കിയത്. അതായത് അവിടെ 10 രൂപയുടെ നഷ്ടം എനിക്കുണ്ടായി. ഇങ്ങനെ 2 ഓൾട്ടർനേറ്റീവിൻ്റെ ഇടയിൽ ഒന്ന് ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതേസമയം എനിക്ക് 40 രൂപയ്ക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നെങ്കിലോ 10 രൂപയുടെ ലാഭമല്ലേ ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ 2ൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കുന്ന ലാഭത്തിനാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോറി തിരിച്ചാണേ. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എനിക്ക് 60 രൂപയ്ക്ക് ഞാൻ വെക്കേണ്ടി വന്നല്ലോ. ശ്രദ്ധിക്കുക, ഇൻക്രീസ് ഇൻ കോസ്റ്റിനാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 2 ഓൾട്ടർനേറ്റീവിൻ്റെ ഇടയിൽ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് കോസ്റ്റ് ഇൻക്രീസ് ഉണ്ടായാൽ അതിന് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നും ഡിക്രീസ് ഉണ്ടായാൽ ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒന്ന് നോക്കുക. സമയമില്ല, ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് കയറി പോകുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ പറഞ്ഞാൽ നിർത്തിയാണ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. വീണ്ടും ആ ഡിഫറൻഷിയേഷൻ്റെ പരിപാടി. 2 ഓൾട്ടർനേറ്റീവ് ഇരിക്കുമ്പോൾ നമ്മൾ ഒന്ന് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റതിൻ്റെ കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ കോസ്റ്റ് ഓഫ് ബെസ്റ്റ് നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഓൾട്ടർനേറ്റീവിൻ്റെ കോസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് സ്വന്തമായിട്ടൊരു കടമുറി ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഈ കടമുറിനെ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് എന്ത് ചെയ്യാം? ഇതിനെ മാസവും വാടക കൊടുത്ത് 10,000 ഉണ്ടാക്കാം. ഓക്കെ, ഒന്നും അറിയണ്ട, 10,000 എനിക്ക് കിട്ടും. അതിന് മറിച്ച് എനിക്ക് എന്ത് ചെയ്യാം? എനിക്കൊരു ബിസിനസ് തുടങ്ങാം. അവിടെ ഞാൻ എന്ത് തീരുമാനിച്ചു? എൻ്റെ സ്വന്തം കടയിൽ ഞാൻ എൻ്റെ സ്വന്തം ബിസിനസ് നടത്തും. അപ്പോൾ ഞാൻ അവിടെ വേണ്ടാന്ന് വെച്ച ഓപ്പർച്യൂണിറ്റി എന്തായിരുന്നു? 10,000 രൂപയുടെ മാസ വാടക കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 10,000 ഞാൻ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ബിസിനസ്സിലൂടെ മിനിമം ഈ 10,000 ഞാൻ ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ എൻ്റെ തീരുമാനം തെറ്റായി പോയി എന്നല്ലേ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ മാസവും മിനിമം എനിക്ക് എത്ര കിട്ടണം? ഈ പറഞ്ഞ 10,000 രൂപ കിട്ടണം. അപ്പോൾ എൻ്റെ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിന് ഓൾറെഡി ഉള്ളൊരു കോസ്റ്റാണ്, ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഈ 10,000 രൂപ പെർ മന്ത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതാണ് കോൺസെപ്റ്റ്, ഒരു എക്കണോമിക്കൽ കോൺസെപ്റ്റാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളൊരു ഓൾട്ടർനേറ്റീവ് എടുത്തിട്ട് മറ്റത് വേണ്ടാന്ന് വയ്ക്കുമ്പോൾ ആ തീരുമാനം ശരിയാണെന്ന് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്കണോമിക്കൽ കോൺസെപ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി ടൈപ്പ് ഓഫ് കോസ്റ്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. അബ്സോർപ്ഷൻ കോസ്റ്റും മാർജിനൽ കോസ്റ്റും. ഈ അബ്സോർപ്ഷൻ ആൻഡ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ കഥ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഒരു മേജർ കാര്യം ഒന്ന് മനസ്സിലാക്കുക. എന്താണ്? ബാക്കിയൊക്കെ നിങ്ങൾ കൈ നീട്ട് എഴുതാനുള്ളൊരു തയ്യാറെടുപ്പിലിരിക്കണം. ഓക്കെ, അബ്സോർപ്ഷൻ ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് തമ്മിൽ വ്യത്യാസം പറയാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രൊഡക്ഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക. വീണ്ടും ഞാൻ എൻ്റെ പൊറോട്ട കടയിലേക്ക് തന്നെ പോകുന്നു. എൻ്റെ കടയിൽ ഞാൻ എന്ത് ചെയ്യാണ്? പൊറോട്ട ഉണ്ടാക്കി വിൽക്കുകയാണ്. പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടാകുന്ന ചിലവ്, മാവ് വാങ്ങിക്കാൻ ഒരു ദിവസം ഞാൻ 4,000 രൂപ ചിലവാക്കുന്നു.
അതെന്താണ്, എൻ്റെ മെറ്റീരിയലാണ്. ഈ പൊറോട്ട അടിക്കുന്ന മനുഷ്യന് ഞാനൊരു 1000 രൂപ കൂലി കൊടുക്കുന്നു. അതർ എക്സ്പെൻസായിട്ട് എനിക്ക് എന്ത് വരുന്നു, ഒരു 2000 രൂപ വരുന്നു എന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ 7000 എനിക്ക് എന്തായി, എൻ്റെ ചിലവ്, എൻ്റെ ഒരു പൊറോട്ട ഉണ്ടാക്കി വയ്ക്കുക എനിക്കൊരു ദിവസം ഉണ്ടാകുന്ന ചിലവായി എന്ന് വിചാരിക്കുക. 7000 മുടക്കിയിട്ട് ഞാൻ ഒരു ദിവസം ഒരു 200 പൊറോട്ട ഉണ്ടാക്കും എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കണക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ പൊറോട്ടേൻ്റെ വില നോക്കാൻ പോവാണ്. അപ്പോൾ എനിക്കിപ്പോൾ സിമ്പിളല്ലേ, എനിക്കെന്ത് ചിലവുണ്ടായി നോക്കുമ്പോൾ 7000 ഡിവൈഡഡ് ബൈ 200, 2000 പോയി. 7000 ഡിവൈഡ് ബൈ 200. ഓ മൈ ഗോഡ്, എനിക്ക് ഒരു പൊറോട്ട ഉണ്ടാക്കാൻ 200 അല്ല 2000 ഉണ്ടാകാൻ വിചാരിക്കും. എനിക്ക് ഒരു പൊറോട്ട ഉണ്ടാക്കാനുള്ള ചിലവ് 3 രൂപ 50 പൈസയാണ്. ഓക്കെ, കണ്ടല്ലോ. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുക, വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്. നോക്കിയേ, ഇതെന്ത് മാത്രമേ ആയിട്ടുള്ളൂ, ഞാൻ വിറ്റ സാധനത്തിൻ്റെ കോസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ. എനിക്ക് ആ ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനിപ്പോൾ ഒരു കട വാടകയ്ക്ക് എടുത്ത് നടത്താൻ വിചാരിക്കുക. എനിക്ക് എന്തുണ്ടാവും, മാസം ഒരു 10000 രൂപ വാടക ഉണ്ട് പോട്ടെ, മാസം ഒരു 12000 രൂപ വാടക ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, മാസം ഞാനൊരു 12000 വാടക അവന് കൊടുക്കണമെന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ്റെ കൂടെ എനിക്ക് എന്ത് ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ, ഒരു മാസം 12000 എങ്കിൽ 12000 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 400 രൂപ കിട്ടും അല്ലേ. അപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ഈ 400 കൂടെ ആഡ് ചെയ്യണം. നേരത്തെ എനിക്ക് പറഞ്ഞല്ലോ, ഒരു ദിവസം പൊറോട്ട അടിക്കാൻ എനിക്ക് എത്ര ചിലവാകുന്നുണ്ട്, 7000 രൂപ ചിലവാകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ 400 കൂടെ ആഡ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എൻ്റെ കോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് പറ്റത്തുള്ളൂ. കാര്യം ഇതെന്താണ്, ഈ ഒരു ദിവസം പൊറോട്ട അടിക്കാൻ ഉണ്ടായ ചിലവല്ല, എനിക്ക് ഫിക്സഡ് ആയിട്ടുള്ളൊരു കോസ്റ്റാണ് ഈ റെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. എൻ്റെ ഒരു ഫിക്സഡ് കോസ്റ്റാണ്. ഈ ഫിക്സഡ് കോസ്റ്റിനെ ഞാൻ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ എൻ്റെ ഓരോ യൂണിറ്റിലേക്കും വീതിച്ച് കൊടുക്കാം. എൻ്റെ ഓരോ യൂണിറ്റ് പ്രൊഡക്ഷനിലേക്ക് എനിക്ക് എന്ത് ചെയ്യാം, വീതിച്ച് കൊടുക്കാം. ഇതേപോലെ ഉണ്ടാകുന്ന ഒരുപാട് ഫിക്സഡ് കോസ്റ്റ് വേറെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു പൊറോട്ട കടയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാക്സിമം റെൻ്റൊക്കെ വരത്തുള്ളൂ. ഞാൻ വലിയ ഫാക്ടറിയൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് കോസ്റ്റുകൾ വന്നെന്നിരിക്കാം. റെൻ്റ് ഉൾപ്പെടെ വേറെ പല കോസ്റ്റുകളും എനിക്ക് ഫിക്സഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ പെർ യൂണിറ്റ് വേരി ചെയ്യുന്നതനുസരിച്ച് വേരി ചെയ്യാതെ മാസം തോറും കൊടുക്കുന്ന കോസ്റ്റുകൾ. ഇപ്പം ഞാൻ ഇവിടെ 400 എന്ത് പറഞ്ഞു, റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇതേ കടയിൽ ഞാനൊരു 9000 രൂപ മാസ ശമ്പളത്തിന് ഒരാൾ നിർത്തിയിട്ടുണ്ട്. അയാൾക്ക് ഒരു മാസം 9000, വേറെ എന്തെങ്കിലും സ്റ്റാഫായിരിക്കാം, ലേബർ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത് വേറെ എന്തോ സ്റ്റാഫാണ്, നമ്മുടെ ഓവർ ഹെഡാണ്. ഓക്കെ, ഈ സ്റ്റാഫിന് കൊടുക്കുന്ന 9000 ഒരു മാസം കൊടുക്കുന്നു, ഒരു മാസം 30 ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ദിവസം എനിക്ക് അയാൾക്ക് എത്ര രൂപ കൊടുക്കണം, 300 രൂപ കൊടുക്കണം. വീണ്ടും എൻ്റെ എന്ത് ചെയ്തു, ഒരു ദിവസത്തെ പൊറോട്ടയുടെ ചിലവ് കൂടി 7700 രൂപയായി. മനസ്സിലായല്ലേ, 7000 എന്താണ്, എനിക്ക് പൊറോട്ട മാവ് വാങ്ങിക്കാനും ഒന്ന് അടിക്കാനും അല്ലറ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായ ചിലവാണ്. ഈ 400 രൂപ ഞാൻ ഒരു മാസം കൊടുക്കുന്ന വാടക എന്നെ വീതിച്ചെടുത്തതാണ്. ഈ 300 രൂപ എന്താണ്, ഞാൻ ഒരു മാസം കൊടുക്കുന്ന ഒരു സാലറീനെ വീതിച്ചെടുത്തതാണ്. ഇതുപോലെയുള്ള ഫിക്സഡ് കോസ്റ്റുകളെയും കൂടെ ഇങ്ങനെ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 7700 എന്ന് പറയുന്നത് എത്ര ആയിരുന്നു, എനിക്ക് 2000 പൊറോട്ട ഉണ്ടാക്കാനുള്ള ചിലവാണ്. മനസ്സിലായില്ലേ, ഒരു ദിവസം 2000 പൊറോട്ട ഉണ്ടാക്കും. അപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ ചിലവ് 7700 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയടാ, 7700 ഡിവൈഡഡ് ബൈ 2000, ഒരു പൂജ്യം 7.7 ഡിവൈഡഡ് ബൈ 2, അത് എത്ര വരും, 3 എത്ര വരും. അതാണ് എന്തെന്ന് പറയുന്നത്, എൻ്റെ ഒരു ദിവസത്തെ ചിലവ്. 3.5 നിന്ന് എത്രയിലേക്ക് കയറുമെന്ന് അറിയാമോ, 3.85. നിങ്ങളൊന്ന് കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. വെറും 3 രൂപ 50 പൈസയായിരുന്നു എൻ്റെ ഒരു പൊറോട്ടയുടെ ചിലവ്, 3 രൂപ 85 പൈസയായിട്ട് കൂടും. അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ആ പൊറോട്ട വിൽക്കുന്നതിൻ്റെ വില കൂട്ടിയിടും. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡിനാണ് എന്തെന്ന് വിളിക്കുന്നത്, നമ്മുടെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, വലിച്ചെടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ യൂണിറ്റും എല്ലാ ചിലവുകളും വലിച്ചെടുക്കുന്നുണ്ട്. ഫിക്സഡ് ആയിക്കോട്ടെ, വേരിയബിൾ ആയിക്കോട്ടെ, സെമി വേരിയബിൾ ആയിക്കോട്ടെ, എല്ലാ ചിലവുകളും നോക്കിയിട്ടാണ് ഞാൻ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് ഇടുന്നതെന്നുണ്ടെങ്കിൽ, ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഈ പറഞ്ഞ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. ഇനി അടുത്തൊരു അപ്രോച്ചാണ് എന്തെന്ന് പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, വീണ്ടും നമ്മുടെ കഥ ഓർക്കുക.
എൻ്റെ ഒരു ദിവസത്തെ ഡയറക്റ്റ് എക്സ്പെൻസ് ഈ പറഞ്ഞ പോലെ 7000 രൂപയാണ് പൊറോട്ട ഉണ്ടാക്കാൻ. ഒരു ദിവസത്തെ റെൻറ്റ്, ഒരു ദിവസത്തെ പോട്ടെ, ഒരു മാസത്തെ റെൻറ്റ് ഞാൻ കൊടുക്കുന്ന 12000 രൂപയാണ്. അതേപോലെ ഒരു മാസത്തെ എന്തെന്ന് പറയുന്നത്, എൻ്റെ കടയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഞാൻ കടയിൽ സപ്ലയറായിട്ടും ക്യാഷ് വാങ്ങാനൊക്കെ ആയിട്ട് ഒരു പയ്യനെ നിർത്തിയിട്ടുണ്ട്. അവന് ഞാൻ കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ഒരു മാസം 9000 രൂപയാണ്. ഇങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, എൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടെത്താൻ നേരത്ത് ഇവിടെ ഞാൻ ഈ ഫിക്സഡ് കോസ്റ്റിനെ ഇഗ്നോർ ചെയ്യുന്നു. ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നില്ല, അവിടെ പോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എൻ്റെ വേരിയബിൾ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, പ്രൈസിങ് നടത്തുകയാണെങ്കിൽ ആ മെത്തേഡിനാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ് എന്ന് ചോദിച്ചാൽ കോസ്റ്റ് ഓഫ് 1 അഡീഷണൽ യൂണിറ്റ് സോൾഡ്. ഓരോ യൂണിറ്റ് അഡീഷണലായിട്ട് വിൽക്കുമ്പോഴും നമ്മൾ ചിലവാക്കുന്ന കോസ്റ്റിനാണ് എന്തെന്ന് വിളിക്കുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ ഈ ഫിക്സഡ് കോസ്റ്റ് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള കോസ്റ്റ് അല്ലേ, അത് കൺസിഡർ ചെയ്യാതിരുന്നാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കും. അതാണ് മാർജിനൽ കോസ്റ്റിൻ്റെ കളി എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പറഞ്ഞ ഫിക്സഡ് കോസ്റ്റിന് നമ്മുടെ പ്രോഫിറ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്തെടുക്കണം. ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ സാധനത്തിൻ്റെ വില ഇങ്ങനെയാണ് പോകുന്നത്. ഫിക്സഡ് കോസ്റ്റ് ഇങ്ങനെ വന്നിട്ട് എവിടെയോ നമ്മുടെ സാധനത്തിൻ്റെ വിലയിൽ ഇവിടെ യൂണിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇൻകം കൂടിക്കൊണ്ടിരിക്കും അല്ലേ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻകം കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, ഈ പറഞ്ഞ സെയിം ആയിരിക്കും, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കേണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ യൂണിറ്റ് കൂടി എവിടെയോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫിക്സഡ് കോസ്റ്റിനെ ക്രോസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് നമ്മൾ എത്രയോ നമ്പർ ഓഫ് യൂണിറ്റ് വയ്ക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, എത്രയോ നമ്പർ ഓഫ് യൂണിറ്റ് വയ്ക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ എന്തിന് സഹായിക്കും, ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്, വി ഷുഡ് ഫൈൻഡ് ദാറ്റ് പോയിൻ്റ്. ഏത് പോയിൻ്റ് കടന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പ്രൈസ്, നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന പ്രൈസ് എന്ത് ചെയ്യണം, നമ്മളെ പ്രൈസിൻ്റെ ടോട്ടലാണല്ലോ, പ്രൈസ് ഇൻറ്റു യൂണിറ്റാണ് ഇൻകം എന്ന് ഞാനിവിടെ പറഞ്ഞത്. ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഇൻറ്റു എത്ര യൂണിറ്റ് വിറ്റു, അതാണ് നമ്മുടെ ഇൻകം. ഈ ഇൻകത്തിൻ്റെ ഇൻകം നമ്മളിങ്ങനെ ഒരു കേവായിട്ട് വരയ്ക്കുകയാണെങ്കിൽ എവിടെ വെച്ചാണോ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് കടന്നു പോകുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ആ ഒരു പോയിൻറ്റിനാണ് എന്തെന്ന് വിളിക്കുന്നത്, ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ബ്രേക്ക് ഈവൻ പോയിൻറ്റിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, ഇതിപ്പോൾ തന്നെ ഒരുപാട് സമയമായിപ്പോയി. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഉദ്ദേശം. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യത്തില്ല, ഓരോ യൂണിറ്റിൽ നിന്ന് കവർ ചെയ്യത്തില്ല, പകരം നമ്മൾ എന്ത് കണ്ടെത്തണം, വി ഷുഡ് ഫൈൻഡ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് for the current pricing so that our income, the total income crosses or covers the fixed expenses. കോൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഗ്രാഫൊക്കെ വരച്ച് അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്നതാണ്, എനിക്ക് സമയമില്ല. ഇപ്പം തന്നെ വീഡിയോ അത്യാവശ്യം അരമണിക്കൂറിന് മുകളിൽ പോയി. ഒരു ബേസിക് ഐഡിയ ഒന്ന് തന്നേ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ എന്ത് ചെയ്യാം, ബ്രേക്ക് ഈവൻ പോയിൻ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്നൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്, അതും കൂടെ അടുത്ത വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.